ഇന്നത്തെ ഇഫ്താർ റെസിപ്പി നോക്കിയാലോ. തേങ്ങാമുറീൻ്റെ ചെറിയൊരു കട്ടുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഇതിന് തേങ്ങാമുറി നട്ട് ഉണ്ടാക്കാൻ ആദ്യം അടുപ്പിലൊരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴറ്റിയതിന് ശേഷം പൊടികളായിട്ട് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ചേർത്തിട്ട് ഡ്രൈ ആവാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി യോജിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടാറാനായിട്ട് ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം മുട്ടയാണ്. ഇവിടെ ഞാൻ 4 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായി പുഴുങ്ങി തോല് കളഞ്ഞെടുക്കുക. ഇനി സ്നാക്ക് സെറ്റാക്കി എടുക്കുക. അതിനായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല, റസ്ക് പൊടി, പുഴുങ്ങി വെച്ച മുട്ട, പിന്നെ ബീറ്റ് ചെയ്യാൻ ആവശ്യത്തിനായിട്ട് 2 മുട്ട വേറെ എടുത്തിക്കണം. ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേമാതിരി പരത്തി വെക്കുക. അതിലേക്ക് മുട്ട വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ചുറ്റിലാക്കി കൊടുക്കുക. അഥവാ മസാല കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല എടുത്തിട്ട് അത് പൊതിയുന്ന വിധത്തിലൊന്ന് ഇങ്ങനെ റോളാക്കി എടുക്കുക. ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടൻ്റെ മിക്സിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റസ്ക് പൊടിയിലേക്ക് ഇട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ 4 മുട്ടയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടായ എണ്ണയിലിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി റെഡി ആയിക്കണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.